ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നാണല്ലോ അതെ അടുത്തിൽ. അതെ ഇത് നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുമോ? നമുക്കതിന്റെ ഭാഗമാവാൻ പറ്റിയില്ലല്ലോ. അതിനെ എടുക്കാൻ ഒരു പക്വത വേണ്ടേ? അതെങ്ങനെ ആർജിക്കും? സിനിമ വിജയിക്കുമ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ. പിന്നെ ആ സിനിമയിൽ നമുക്ക് ഭാഗമാവാൻ പറ്റിയില്ല. പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ. സോ നമ്മളങ്ങനെ വിചാരിക്കാൻ പറ്റത്തുള്ളൂ. ഉം. അല്ലാതെ വേറെ അതിനെപ്പറ്റി നമ്മൾ വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യം ഇല്ലല്ലോ. ഉം, ഉം, ഉം. അപ്പോൾ അത് ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ യൂണിവേഴ്സൽ കോളായിരിക്കാം ചിലപ്പോൾ. അതായിരിക്കാം പ്രപഞ്ചത്തിൻ്റെ ആ സമയത്ത് ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു. സിനിമയിൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ആളുകൾ മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്ന, പ്രത്യേകിച്ച് ഈ പ്രിയദർശൻ സാറൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റിജക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഏത് സമയവും റിജക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ. അവസാനത്തെ സിനിമ എത്രത്തോളം നല്ലതാണ് അതിനനുസരിച്ചാണ് നമ്മുടെ പലപ്പോഴും സിനിമയിലെ നിലനിൽപ്പ് എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു തിയറി ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിൽ നമ്മൾ റിജക്റ്റ് ആവാം, എന്തിനു വേണമെങ്കിൽ റിജക്റ്റ് ആവാം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് അല്ലേ വരുന്നത്? അതെ. ആ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് ആണല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് ആണ്. അപ്പോൾ റിജക്ഷൻസ് ആണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും രണ്ടത്തിലും നമ്മൾ ന്യൂട്രലായിട്ട് നിന്നാൽ മതി. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓടിപ്പോയി അയ്യോ നമ്മൾ അപ്പം രണ്ടത്തിലും നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളാരാന്ന് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടാക്കാനുള്ള ഒരു യാത്രയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വളരെ അധികമായിട്ട് അമിതമായിട്ട് സന്തോഷിക്കാനും അമിതമായിട്ട് ദുഃഖിക്കാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു മനഃശാന്തിയോടെ സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഈ അനോണിമിറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ആളുകൾ നമ്മളെ തിരിച്ചറിയാത്ത അവസ്ഥ. ഇപ്പം പുറത്തൊക്കെ ഞങ്ങളിപ്പോൾ ഞാൻ ദൃശ്യത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നു. അപ്പം അനിൽ ജോൺസൺ എന്നുള്ള പേരാണ് ആളുകൾക്ക് അധികം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹം എന്താ ചെയ്യുന്നത്, എവിടെ താമസിക്കുന്നൊന്നും ആളുകൾക്ക് അറിയില്ല. പേര് മാത്രം രസമല്ല. അപ്പം ആളതിനൊരു രസമായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ആക്ടേഴ്സിന് ഒരിക്കലും അത് സാധിക്കില്ലല്ലോ. കാരണം നിങ്ങളുടെ മുഖവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ആരോടൊപ്പം ട്രാവൽ ചെയ്യുന്നു, ആരെ ഡേറ്റ് ചെയ്യുന്നു, അതൊക്കെ ആളുകൾക്ക് എല്ലാ കാലത്തും ഒരു കൗതുകമുള്ളൊരു ഏരിയ ആണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാരനെ പോലെ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇരുന്ന് ട്രാവൽ ചെയ്യുക, അത് തരുന്ന രസങ്ങളും സുഖമുണ്ടല്ലോ, അത് മിസ് ചെയ്യുന്നുണ്ട്. വളരെ ചില ആളുകളാണ് ആ ഒരു ഏരിയ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രണവ് മോഹൻലാൽ, അദ്ദേഹത്തിന് നമുക്ക് ഓട്ടോയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു എന്നൊക്കെ വരാം. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ റയറായിട്ട് അദ്ദേഹത്തിന് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകളുണ്ടല്ലോ, നമുക്കൊരു പ്രൈവസി ഇല്ലായ്മ, അതിനെങ്ങനെയാണ് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നത്? സിനിമയുടെ ക്യാരക്ടേഴ്സ് വെച്ച് തന്നെ ആൾക്കാർ അത് അപ്രിഷ്യേറ്റ് ചെയ്താൽ മതി. ആൻസൺ പോൾ ആസ് എ പേഴ്സണിനെ ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്രയും വലിയ വിഷമമുള്ള കാര്യമില്ല. ഞാൻ അങ്ങനെ വലുതായിട്ട് പുറത്ത് പോയി ഇപ്പോൾ ആൾക്കാർ എന്നെ തിരിച്ചറിയണം, ഭയങ്കര ജനം കൂടണം എന്നുള്ള സാധനമില്ല. പക്ഷേ സിനിമ ഇറങ്ങുമ്പോൾ സിനിമ ഷുഡ് ബി എ ക്രൗഡ് പുള്ളർ. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സിനിമ അല്ലെങ്കിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ആൾ വരണം. ഇപ്പോൾ എന്നെ കാണുമ്പോൾ ആൾ വരുമോ വരത്തില്ലേ എന്നുള്ള കാര്യം ഞാൻ ബോധോടെയല്ല. പക്ഷെ ഞാൻ അഭിനയിക്കുന്ന സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ വരണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും എനിക്കുണ്ട്. അതായിരിക്കണം എൻ്റെ ആഗ്രഹം. അതിലോട്ടാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ബേസിക്കലി. അവിടേക്ക് പോകാൻ എനിക്കും താല്പര്യം. അല്ലാണ്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി പോകുമ്പോൾ ഞാൻ സാധാരണ പോലെ എനിക്ക് നടന്നു പോയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും ഒക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലോട്ട് തിയേറ്ററിലോട്ട് ആൾക്കാർ കയറണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം. ഈ സിനിമയിൽ അങ്ങനെ പൊസിഷൻ ചെയ്തൊരു ഏരിയ ഉണ്ടായിരുന്നു, അതായത് ഞാനിങ്ങനെ ഈ വിധത്തിൽ ആളുകൾ എന്നെ മനസ്സിലാക്കണം, അറിയണം. പക്ഷേ ഇപ്പോൾ രഘുവരൻ എന്നുള്ളൊരു ആക്ടറുണ്ട്. അപ്പോൾ പുള്ളിയെ ഒരു അസാധ്യ ആക്ടറാണ്. അയാൾ വളരെ ചൂസ് ചെയ്തിട്ട് സിനിമകൾ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം ആ റോള് ചൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ രഘുവരൻ ഒരു പടത്തിലുള്ളത് കൊണ്ട് ആ സിനിമ കണ്ട ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ പോലത്തെ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാ ടൈപ്പ് പടത്തിലും പുള്ളിയെ കാണാൻ പറ്റും. പക്ഷേ അതിൽ പുള്ളി മോശം ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുള്ളി ജഗതി ശ്രീകുമാർ മോശമായെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. ചില ആളുകൾ നായകനായിട്ട് മാത്രമേ അറിയപ്പെടുള്ളൂ. ഇപ്പോൾ ചില ആക്ടേഴ്സിനുണ്ട് അവർക്ക് സൂപ്പർ സ്റ്റാർസ് ആവണം. ഇപ്പോൾ രജനീകാന്തിനെയൊക്കെ പോലെ ഒരു പടം റിലീസാകുമ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ കൊടുക്കാൻ പാകത്തിന് വലുപ്പം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്ത് രീതിയിൽ പൊസിഷൻ ആവണം എന്നായിരുന്നു കരിയർ തുടങ്ങുമ്പോൾ ആഗ്രഹം? കരിയർ സിനിമയിലോട്ടുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഈ ചെന്നൈയിൽ പഠിച്ച കാരണം അവിടുത്തെ ആരവങ്ങളൊക്കെ കണ്ട് സിനിമയുടെ ഫസ്റ്റ് ഷോ ഒക്കെ പോയി എല്ലാ സിനിമകളും സ്കൂളൊക്കെ കട്ട് ചെയ്ത് പോയി കണ്ട് അങ്ങനത്തെ ഒരു ആരവം കണ്ട് സിനിമയോട് പ്രേമം തോന്നിയ ഒരാളാണ്. പക്ഷേ സിനിമയിൽ കയറിയ പിന്നെ ഈ ആരവത്തിൻ്റെയും അല്ലെങ്കിൽ ഫെയിമിൻ്റെയും കാര്യങ്ങളൊക്കെ മാറി നേരെ പാഷനും അല്ലെങ്കിൽ സിനിമയിലോട്ടുള്ളൊരു പാഷനും അതിൻ്റെ ഉള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ആരവം പരിപാടികളും തന്നെ വരാനുള്ളതാണെങ്കിൽ വന്നോളും, വന്നില്ലെങ്കിലും കുഴപ്പമില്ല.
അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ പോയിട്ട് കണ്ട ഒരു ചെന്നൈ ഓർമ്മയിലെ ഒരു സിനിമ ഏതായിരിക്കും? ചെന്നൈ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് രജനി സാറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകളുണ്ട്. ഏതേറെ ശിവാജിയൊക്കെയും ഞാൻ സ്കൂളിൽ നിന്നൊക്കെയും പോകുന്ന സമയത്ത് ഗംഭീര തിയേറ്ററൊക്കെയും കുത്തി മറയുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ശിവാജി സിനിമയൊക്കെ. ഓക്കെ 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 ഓക്കെ. അത് കാണുമ്പോൾ വേറൊരു ഫീലാണ്. വേറെ യൂണിവേഴ്സ് ആണല്ലേ പിന്നെ അവിടെ. പിന്നെ പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഇവിടെയും ആൾക്കാർ ഈ നല്ല അജിത്ത് സിനിമകൾ. വിജയ് റൈവലറിയുടെ ഭാഗമായിട്ടുണ്ടോ ആ സമയത്ത്? പിന്നെ ആ. ഞാൻ അജിത്തിൻ്റെ തലയുടെ സെയിം സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് ഇപ്പോഴും. ഓ ഓ ഓ. അപ്പോൾ അങ്ങനെ പിന്നെ വിജയ് സാർ ഇപ്പോഴത്തെ CM. സെയിം അതെ. പുള്ളിക്കാരൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഉം. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയും ഉണ്ടാവാറുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി കട്ടി കുറഞ്ഞ മീശയുള്ള സമയത്ത് നമുക്ക് അവിടെ ഇവിടേക്കും പോകുന്ന സമയത്ത് നമ്മളെ കുറച്ച് വെളുത്തട്ടൊക്കെ ഉള്ള കാരണം അങ്ങനെ അജിത്തിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്ന ചിന്നത്തല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ തലയുടെയും തലപതിയുടെയും രണ്ടുപേരും നടുക്കിൽ നിൽക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ തലേനും ഫുള്ള് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് തലഫാനായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും തലഫാനാണ്. തലപതി ഫാനുമാണ്. ഇപ്രാവശ്യം ഇതിനു വേണ്ടി ഞാൻ വോട്ടൊക്കെ ചെയ്യാൻ പോയി. അവിടെ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു. ടിവിക്കാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും. ഈ നമ്മുടെ സീനിയർ അല്ലേ? അതെ 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 അതെ. ഈ അവിടെ ഈ ഇത്രയും വലിയ സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിനിമാ നടന് എന്ത് ചെയ്യാൻ പറ്റും? സിനിമാ നടന് വേണ്ടി കൂടുന്ന കൂട്ടമെല്ലാം വോട്ടായി മാറില്ല എന്നായിരുന്നു ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെയുള്ള പ്രചാരണവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ കഥ മൊത്തം മാറിയിരിക്കുന്നു. അദ്ദേഹം ഒഫീഷ്യലി CM ആയിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നയതന്ത്രത്തോടെയും പക്വതയോടെയും കൂടി ആളുകൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ചെന്നൈയിൽ ഇത്ര കാലം ജീവിച്ചിരുന്ന ഒരു ചെന്നൈ നിവാസി എന്നുള്ള രീതിയിൽ ഈ ഒരു മാറ്റവും ഈ ഒരു മലക്കം മറിച്ചിലും പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഒരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ജനിച്ച കാലം മുതൽ ഒന്നല്ലെങ്കിൽ ADMK അല്ലെങ്കിൽ DMK രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും പുതിയൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തമിഴ്നാട് എങ്ങനെ ആവുന്നത് എന്നുള്ളൊരു സാധനം കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യം. ഈ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് താരങ്ങൾ എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അതിന് അത്ര നല്ല രീതിയിലല്ല പലപ്പോഴും ഉൾക്കൊള്ളുക. എനിക്ക് സിനിമയിൽ അഭിനയിച്ചപ്പോൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണതെന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അവിടെ കുറച്ചുകൂടി വീരാരാധന കൂടുതലും. അവിടെ പലപ്പോഴും അങ്ങനത്തെ ആളുകൾ സക്സസ്ഫുൾ ആവാറുണ്ട്. ഇപ്പം വിജയുടെ അത്രത്തോളം ആയിട്ടില്ലെങ്കിലും എല്ലാവരും ഒരു വിധം സക്സസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ കയറാൻ വേണ്ടിയിട്ട് സിനിമ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അവിടെ ഉണ്ടല്ലേ? അതെ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഫെയിം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ആ ഫേസ് വാല്യൂ കിട്ടുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ രാഷ്ട്രീയത്തിൽ കയറാൻ വേണ്ടി സിനിമ അഭിനയിച്ച് പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയ ആൾക്കാരുണ്ട്.